എടാ ചെറുക്ക പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വാ, ചീപ്പാട്ടി ഇപ്പൊ ഇറങ്ങിയാലേ എത്തൂ. ഇപ്പൊ നല്ല വെയിലാണ്, ഇത്തോടെ കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും, പെട്ടെന്ന് വരുമോ? എടാ ഇപ്പൊ പോണം, ഇപ്പൊ മഴ പെയ്താലേ. കൊട്ടനാങ്കോട്ട വെയിലത്താണ് ഇപ്പൊ മഴ പെയ്യാൻ പോണത്. മഴ എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞില്ലേ രാവിലെ ഉണ്ടാക്കാം. ഇപ്പൊ ടീ പാർട്ടി പോയാലേ നിനക്കൊക്കെ കോളേജിൽ മഴ ഉണ്ടാ. നിന്റെ നാക്കെന്തരായാലും കൊള്ളാം. മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോഴേ പെയ്തു. നീയിപ്പൊ എന്താ ചെയ്യാ? മഴ തീരുന്നതുവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ഇവിടെ. കല്യാണത്തിനൊന്നും നടന്നില്ല, നമുക്ക് ഒന്നിനൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെ വിശേഷം സുഖമൊക്കെ തന്നെ? ഇങ്ങനെയൊക്കെ പോണ്. എല്ലാരും ചോറൊക്കെ കഴിച്ചാ? പിന്നെ കല്യാണത്തിന് ആളതുകൊണ്ട് ചോറൊന്നും കഴിച്ചില്ല, അവിടെ തിന്നാന്ന് വിചാരിച്ചു. നമുക്ക് മുമ്പ് പഠിച്ചിറങ്ങി ചേട്ടന്മാരെ കല്യാണം കഴിച്ചു. നമ്മുടെ കല്യാണം ഇനി എന്നാണോ എന്തോ. അയ്യേ, എന്റെ തലേന്ന് മുട്ടത്തോട് തട്ടി കളഞ്ഞാണോ? ഇതൊക്കെ പണ്ടേ ഇറങ്ങിയ സാധനമാ. അവന്റെ കല്യാണം, കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുന്നവിടെ. മഴ തോന്നുന്നു, നമുക്ക് ഇറങ്ങിയാലേ. പോയാടാ, മൂട് പോയി. ഇനിയിപ്പോ പിന്നെ കാണാൻ പോവാ, കുറച്ചുകൂടെ കഴിയട്ടെ. അതൊക്കെ വിട്, നിങ്ങൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കും. കല്യാണം നിന്റെ സങ്കല്പം എന്തുവാ? എന്റെ സങ്കല്പം എന്റെ ഭാര്യ എന്നെ മോനേന്ന് വിളിക്കണം. എന്റെ ഫ്രണ്ടില് വല്ല വിട്ട് വിളിക്കാതെ നോക്കിക്കോ. എന്തോ ഓൻ സങ്കല്പോടാ നിന്റെ. അതിനൊക്കെ എന്റേത്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും അവൾ നല്ല സ്നേഹത്തോടെ നിൽക്കണം, ഞാൻ പറഞ്ഞെല്ലാം അനുസരിക്കണം, ഞാൻ പറയുമ്പോൾ തന്നെ പഞ്ച ഉച്ചാടി പാവത്തോടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു പട്ടിയെ മേടിച്ചാ പോലെ. അതാകുമ്പോ ഓടി ഒന്ന് രണ്ട് നക്കുകയും ചെയ്യും, സമയം കിട്ടുമ്പോൾ വെറുതെ മുള്ളിത്തരം ചെയ്യും. എന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഇയാളുടെ സങ്കല്പം എന്തുവാ? അയ്യോ, എനിക്ക് വലുതായിട്ട് ഒന്നുമില്ല. ഞാൻ കെട്ടുന്ന പെണ്ണൊരു പെണ്ണായിരുന്നാ മതി. അങ്ങനെ പറഞ്ഞു. അല്ല, കാലം പുരോഗമിച്ച് വരുവാണേ, പറയാൻ പറ്റത്തില്ല. അല്ലടാ, നീ എന്നെ വിളിച്ചോണ്ട് എന്റെ വീട്ടിലോട്ട് വന്ന് എന്തിനാ? അവിടെ അങ്ങനെ ഇരുന്നാ പോരായിരുന്ന? അതല്ല, നിന്റെ വീടെന്ന് പറയുമ്പോ നമ്മളെ വീടല്ലേ. വെള്ളം തായ്ക്കുന്നത് അടുക്കള വരെ പോയിട്ട് വരട്ടെ. ഞാനും വരുന്നു. അല്ല, കടയിൽ നിന്ന് ഇപ്പോഴല്ലേ അങ്ങോട്ട് വെള്ളം കുടിച്ചിട്ട് വന്നത്? ഇതൊരു ദാഹമാർക്ക് എന്തു കാണാ? എന്റെ മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പാപ്പാണ്, അനിയെ പോലും കാണാതെ ഒളിപ്പിച്ച് വെച്ചത്. നീ ഏത് ഗുദാമെന്നാണ് ഇത് കൈയിട്ട് വാരിക്കൊണ്ട് വന്ന? നിന്റെ വീടെന്ന് പറയുമ്പോ നമ്മളെ കൂടെ വീടല്ലേ? നിനക്കറിയാത്ത സ്ഥലം വരെ നമുക്കറിയാം ഇവിടെ. എടാ ഗൂഗിലേ, ഞാൻ ഒരു രഹസ്യം പറയട്ടെ. നിന്റെ ലൈനിന്റെ പേര് അശ്വതി എന്നല്ലേ? നീ അന്ന് എന്റെ ഫോണിൽ നിന്റെ ഇൻസ്റ്റാ അക്കൗണ്ട് എടുത്തില്ലായിരുന്നാ? ഞാൻ നിങ്ങളുടെ ചാറ്റ് മൊത്തം കണ്ട് സ്ക്രീൻഷോട്ടോട്ട് എടുത്ത് വെച്ചിട്ട് നിന്റെ അമ്മ ജോലി കഴിഞ്ഞിരുന്നു, അത് ഞാൻ കാണിക്കും. എങ്കിൽ ശരി, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്. അണ്ണനൊരു ലൈനില്ലേ? ഒന്നല്ലടാ, കൊറേ ഉണ്ട്. നീ എന്തിനാ അതൊക്കെ അറിയുന്ന? ഇത് തർക്കിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അണ്ണന്റെ ലൈനിന്റെ പേര് അശ്വതി എന്നല്ലേ? ഞാൻ അണ്ണന്റെ ചാറ്റ് എല്ലാം വായിച്ച്, എന്റെ അണ്ണന്റെ അക്കൗണ്ടും ഉണ്ടായിരുന്നു, എല്ലാ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അണ്ണന്റെ അമ്മ വരുമ്പോ ഞാൻ എല്ലാം കാണിച്ചു. നീ പറയുന്നത് എന്തുകൊണ്ടെങ്കിലും ചെയ്യാം. ഈ പാട്ട് പറ്റത്തില്ല, വേറെ ഡാൻസ് കളിക്കാം. வச்சிடு பட்டாசே பாட்டா பல்லாட